Good morning everyone. Welcome back to MTM Campus Educational Channel. Today we discuss the topic of factors determining working capital requirements. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. അതിൽ ഈ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സിനെ ബാധിക്കുന്ന ഫസ്റ്റ് ഫാക്ടർ ആയിട്ടുള്ള ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ആണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയി പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ഫാക്ടർ ആയിട്ടുള്ള ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ഡീറ്റെയിൽ ആയി പഠിക്കാം. ഓക്കെ, ഡിറ്റർമിനൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഓർ ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റലിനെ അഫക്റ്റ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അതിൽ ഈ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സിനെ ബാധിക്കുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ആ ഫാക്ടേഴ്സിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. രണ്ടെണ്ണം അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ആൻഡ് എക്സ്റ്റേർണൽ ഫാക്ടേഴ്സ്. അപ്പോൾ ഫാക്ടേഴ്സിനെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് രണ്ടായിട്ടാണ്. ഇതാണ് ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ആൻഡ് എക്സ്റ്റേർണൽ ഫാക്ടേഴ്സ്. ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വിത്തിൻ ദ കമ്പനിയിൽ ഉണ്ടാവുന്ന ഫാക്ടേഴ്സാണ്. എക്സ്റ്റേർണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സാണ്, ഔട്ട്സൈഡ് ദ കമ്പനി. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ഈസ് ഡിറ്റർമിൻഡ് ബൈ വെറൈറ്റി ഓഫ് ഫാക്ടേഴ്സ്. ഓൾ സച്ച് ഫാക്ടേഴ്സ് മേ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു ദാറ്റ് ഈസ് ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ആൻഡ് എക്സ്റ്റേർണൽ ഫാക്ടേഴ്സ്. ഒന്നാമത്തെ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ആണ്. ഇൻറ്റേർണൽ ഫാക്ടേഴ്സ്. ഇൻറ്റേർണൽ ഫാക്ടേഴ്സിൽ 10 പോയിൻറ്റ്സ് ഉണ്ട്. അത് നന്നായി പഠിക്കാം. ഏതൊക്കെയാണ്? നാച്ചർ ഓഫ് ബിസിനസ്, പ്രൊഡക്ഷൻ സൈക്കിൾ, സൈസ് ഓഫ് ദി ബിസിനസ്, ടേൺ ഓവർ, ടേംസ് ഓഫ് ട്രേഡ്, നേച്ചർ ആൻഡ് വാല്യൂ ഓഫ് ദി പ്രോഡക്റ്റ്. 7th one, use of manual labor or machines. 8th one, growth and expansion of business. 9th one, earning capacity and dividend policy. 10th point, depreciation policy. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് ഈ എക്സാമിന് കഴിഞ്ഞ FM-ലും നിങ്ങൾക്കിത് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അതേപോലെ തന്നെ നിങ്ങളുടെ ഈ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്ന സിലബസിൽ എന്ന സബ്ജക്റ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ സംഭവം. അതുകൊണ്ട് തന്നെ എക്സാമിനിത് എക്സാമിനിത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരാറുള്ളതുമാണ്. അപ്പോൾ നന്നായി പഠിക്കുക. ഈ പോയിൻറ്റ്സ് നിങ്ങൾ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇൻറ്റേർണൽ ഫാക്ടേഴ്സിൽ 10 പോയിൻ്റ് ഉണ്ട്, അത് എഴുതി വെക്കുക. ദെൻ ബി എക്സ്റ്റേർണൽ ഫാക്ടേഴ്സ്. എക്സ്റ്റേർണൽ ഫാക്ടേഴ്സ് സീസണൽ ഫ്ലക്ച്വേഷൻസ്, ബിസിനസ് സൈക്കിൾസ്, പ്രൈസ് ലെവൽ ചേഞ്ചസ്, ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്, എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, ടാക്സേഷൻ പോളിസി. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻറ്റേർണൽ ഫാക്ടേഴ്സ്. ഇൻറ്റേർണൽ ഫാക്ടേഴ്സിൽ ഒന്നാമത്തത് നാച്ചർ ഓഫ് ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ നാച്ചറിനായി അനുസരിച്ച് ആ ബിസിനസ്സിൻ്റെ വർക്കിംഗ് ക്യാപിറ്റലും ചേഞ്ച് ഉണ്ടാവും. നാച്ചറിനനുസരിച്ച് എങ്ങനെയൊക്കെ നേച്ചർ? ഒന്നുകിൽ ട്രേഡിംഗ് കൺസേൺ ആവാം, അല്ലെങ്കിൽ മാനുഫാക്ചറിങ് കൺസേൺ ആവാം, അല്ലെങ്കിൽ സർവീസ് കമ്പനി ആവാം, പബ്ലിക് സർവീസ് കമ്പനീസ് ആവാം, എന്തോ ആയിക്കോട്ടെ. അതിനനുസരിച്ചൊക്കെ അവരുടെ വർക്കിംഗ് ക്യാപിറ്റലിൽ വ്യത്യാസം ഉണ്ടാവും. മാനുഫാക്ചറിങ് കൺസേൺ ആണെങ്കിൽ അവർക്ക് എന്താണ് കൂടുതലായിട്ട് എന്ത് വേണം? വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമാണ്. ട്രേഡിംഗ് കൺസേൺ ആണെങ്കിൽ അവർക്ക് കൂടുതലായിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമാണ്. എന്നാൽ പബ്ലിക് സർവീസ് കമ്പനീസ് ആണെങ്കിൽ ഒരിക്കലും അത്ര അധികം വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമില്ല. അതൊക്കെ നമുക്കൊന്ന് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. The manufacturing or trading concerns require more amount of working capital because they have invested heavily in inventories and debtors. മാനുഫാക്ചറിങ്ങും അതേപോലെ തന്നെ ട്രേഡിംഗ് കൺസേൺ ആണെങ്കിൽ അവയ്ക്ക് കൂടുതലായിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമാണ്. ബിക്കോസ് ഓഫ് എന്തുകൊണ്ടാണ്? അവർ ഇൻവെൻ്ററിയിലും അതേപോലെ തന്നെ ഡെപ്റ്റേഴ്സിലും കൂടുതലായി ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് കൂടുതലായിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമാണ്. ഇൻ ദ കേസ് ഓഫ് പബ്ലിക് യൂട്ടിലിറ്റീസ് ലൈക്ക് ട്രാൻസ്പോർട്ട്, electricity undertaking, extra, most of the transactions are on cash basis. അതുകൊണ്ട് തന്നെ പബ്ലിക്
യൂട്ടിലിറ്റീസ് ആയിട്ടുള്ള പബ്ലിക് സർവീസ് കമ്പനീസ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ, അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റി അണ്ടർടേക്കിങ്സ്, ഇവയ്ക്കൊന്നും അധികമായിട്ട് എന്താവശ്യമില്ല, വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമില്ല അല്ലേ. വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമില്ല. കാരണം എന്താ, അവർക്ക് ഇൻവെൻ്ററി സ്റ്റോർ ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ദെൻ അതേപോലെ തന്നെ അവരുടെ പേയ്മെൻ്റ് ഒക്കെ ക്യാഷ് ട്രാൻസാക്ഷൻസ് ആണ് നടക്കുന്നത്, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് അല്ല നടക്കുന്നത്. ഫർദർ ദീസ് കൺസെപ്റ്റ് ഡു നോട്ട് റിക്വയർ ലാർജ് ഇൻവെൻ്ററീസ്, ഹെൻസ് ദേ റിക്വയർ ലെസ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇവയ്ക്ക് ലാർജ് എമൗണ്ട് ഓഫ് ഇൻവെൻ്ററീസ് ആവശ്യമില്ലാത്തത് കൊണ്ടും അവർക്ക് കുറഞ്ഞ എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ മതി എന്നുള്ളതാണ്. അപ്പോൾ മാനുഫാക്ചറിങ്ങിനും ട്രേഡിങ്ങിനാണ് കൂടുതൽ ഇത് വേണ്ടത്, വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ഉള്ളത്. കാരണം നിങ്ങൾക്കറിയാം, അവർ കുറേ ഇൻവെൻ്ററി സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്, റോ മെറ്റീരിയൽ വാങ്ങിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. മാനുഫാക്ചറിങ് കൺസേൺ ആണെങ്കിൽ കൂടുതൽ എംപ്ലോയീസ് ഉണ്ടാവും. അങ്ങനെയൊക്കെ ആകുമ്പോൾ അവർക്ക് എന്ത് വേണം, കൂടുതലായിട്ട് ലാർജായിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമാണ്. രണ്ടാമത്തത് പ്രൊഡക്ഷൻ സൈക്കിൾ. എന്താ പ്രൊഡക്ഷൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ, റോ മെറ്റീരിയലിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റുന്ന സൈക്കിളാണ് പ്രൊഡക്ഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. ആ പ്രൊഡക്ഷൻ സൈക്കിളിൻ്റെ ടൈം ഗ്യാപ്പ് കൂടുതലാണെങ്കിൽ കൂടുതലായിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമാണ്. അതാണ് പ്രൊഡക്ഷൻ സൈക്കിളിൻ്റെ ടൈം കൂടുതലാണെങ്കിൽ അതിന് കൂടുതലായിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമാണ്. അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. അത് മാത്രം എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ദ അനദർ ഫാക്ടർ ഡിറ്റർമിനിങ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ദ പ്രൊഡക്ഷൻ സൈക്കിൾ. മറ്റൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ സൈക്കിളാണ്. ഇറ്റ് സിംപ്ലി റെഫേഴ്സ് ടു ദ ടൈം റിക്വയർഡ് ടു മാനുഫാക്ചർ എ പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാനുള്ള ടൈം എത്രയാണ് എടുക്കുന്നത്, അതിനെ നമുക്ക് പ്രൊഡക്ഷൻ സൈക്കിൾ എന്ന് പറയാം. ഇറ്റ് കവേഴ്സ് ദ ടൈം സ്പാൻ ബിറ്റ്വീൻ ദ പ്രൊക്യൂർമെൻറ്റ് ഓഫ് മെറ്റീരിയൽ ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ്. ഇതിൻ്റെ ടൈം സ്പാൻ എന്ന് പറയുന്നത് മെറ്റീരിയൽ വാങ്ങിക്കുന്നത് മുതൽ പ്രൊഡക്ഷൻ നടത്തുന്നത് വരെയാണ്. ദസ് ടൈം ഇൻവോൾവ്ഡ് ദ മാനുഫാക്ചറിങ് പ്രോസസ് ഈസ് കോൾഡ് പ്രൊഡക്ഷൻ സൈക്കിൾ. ഈ മാനുഫാക്ചറിങ് പ്രോസസ്സിന് എടുക്കേണ്ട ടൈമിനെ നമുക്ക് എന്ത് പറയാം, പ്രൊഡക്ഷൻ സൈക്കിൾ എന്ന് പറയാം. ദ ലോങ്ങർ ദ പ്രൊഡക്ഷൻ സൈക്കിൾ, ദ ലാർജർ വിൽ ബി ദ റിക്വയർമെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. നമ്മളുടെ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതലാവാൻ കാരണം എന്താ, പ്രൊഡക്ഷൻ സൈക്കിൾ കൂടുതലായ കാരണമാണ്. അപ്പോൾ ലോങ്ങർ, കുറേ ദീർഘമായിട്ടുള്ള പ്രൊഡക്ഷൻ സൈക്കിളാണ് എങ്കിൽ അതേപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റും ലാർജർ ആയിരിക്കും. തേർഡ് പോയിന്റ്, സൈസ് ഓഫ് ദി ബിസിനസ്. എന്താണ് സൈസ് ഓഫ് ദി ബിസിനസ് എന്ന് പറഞ്ഞാൽ, ബിസിനസ്സിൻ്റെ സൈസ് വലുതാവുക. എന്താ, ലാർജ് ബിസിനസ് ആണെങ്കിൽ, അല്ലെങ്കിൽ വലിയ ഒരു കമ്പനി വലുതാണെങ്കിൽ, അങ്ങനെയുള്ള കമ്പനികൾക്ക് ലാർജർ ദി എന്ത് വേണം, വർക്കിംഗ് ക്യാപിറ്റൽ വേണം. അപ്പോൾ നമ്മളവിടെ നോക്കാം, ജനറലി ലാർജ് ബിസിനസ് കൺസേൺസ് ആർ റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ഹ്യൂജ് ഇൻവെൻ്ററീസ്. എന്തുകൊണ്ടാണ് അവർ ലാർജ് ബിസിനസ് ആണെങ്കിൽ ഹ്യൂജ് ഇൻവെൻ്ററീസ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. ബിഗർ ദ സൈസ്, ദ ലാർജർ വിൽ ബി ദി വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ് ആൻഡ് വൈസ് വെർസ. സൈസ് ബിഗർ ആവുമ്പോൾ അവരുടെ വർക്കിംഗ് ക്യാപിറ്റലും ലാർജർ ആയിരിക്കും. അതേപോലെ തന്നെ സൈസ് കുറയുമ്പോൾ, ബിസിനസ്സിൻ്റെ സൈസ് കുറയുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ കുറഞ്ഞത് മതി. നമുക്ക് ചെറിയൊരു കൺസേൺ ആണ്, ചെറിയൊരു മാനുഫാക്ചറിങ് കൺസേൺ ആണെങ്കിൽ കുറഞ്ഞ രീതിയിൽ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ഉള്ളൂ. എന്നാൽ വലിയൊരു മാനുഫാക്ചറിങ് കൺസേൺ ആണ് എങ്കിൽ, അവർ ലോകമെമ്പാടും അവരുടെ പ്രോഡക്റ്റ് പോകുന്നുണ്ട് എങ്കിൽ അതിനനുസരിച്ച് പ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ അവർക്ക് ലാർജ് കൺസേൺ ആയിരിക്കും. ലാർജ് കൺസേൺ ആണെങ്കിൽ അവർക്ക് എന്ത് വേണം, മോർ വർക്കിംഗ് ക്യാപിറ്റൽ നീഡ്. ഫോർത്ത് വൺ, ടേൺ ഓവർ. വിറ്റുവരവ്. ടേൺ ഓവർ എന്ന് പറയുമ്പോൾ വിറ്റുവരവിനെ എങ്ങനെയാണ്, വിറ്റുവരവിൻ്റെ കേസിൽ എങ്ങനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ ഉള്ളത് എന്ന് പറയാം. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ടേൺ ഓവർ നമുക്കുണ്ട് എങ്കിൽ നമുക്ക് കുറഞ്ഞ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. നമ്മൾക്ക് കുറഞ്ഞ ടേൺ ഓവറാണ്, വിറ്റുവരവ് കുറഞ്ഞതാണ് എങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതലായിട്ട് വേണം. കൂടുതൽ ടേൺ ഓവർ ഉണ്ട് എങ്കിൽ കുറഞ്ഞ വർക്കിംഗ് ക്യാപിറ്റൽ മതി. അതായത് ടേൺ ഓവർ, വിറ്റുവരവ് വരെയാണ് നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ട്, ആ ക്യാഷ് വരുമ്പോൾ പിന്നെ എന്താണ്, കുറഞ്ഞ വർക്കിംഗ് ക്യാപിറ്റൽ മതി. ടേൺ ഓവർ മീൻസ് ദ സ്പീഡ് വിത്ത് വിച്ച് ദി വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് റിക്കവേർഡ് ബൈ ദ സെയിൽ ഓഫ് ഗുഡ്സ്.
നമ്മൾ സാധനം വിറ്റ് കഴിഞ്ഞാൽ ആ വിറ്റ് കഴിഞ്ഞതിൻ്റെ ക്യാഷ് സ്പീഡായിട്ട് നമുക്ക് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ സെയിൽ ഓഫ് ഗുഡ്സ് നടത്തിയിട്ട് അത് റിക്കവർ ചെയ്യുന്നത് സ്പീഡപ്പായിട്ട് വരും, നമുക്ക് ടേൺ ഓവർ എന്ന് പറയാം. If the turnover is high, it will require less amount of working capital. ടേൺ ഓവർ കൂടുതലാണ് എങ്കിൽ നമുക്ക് കുറഞ്ഞ രീതിയിൽ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായിട്ട് വരികയുള്ളൂ. ഫോർ എക്സാമ്പിൾ, എ ഹോട്ടൽ വിച്ച് അഫക്ട്സ് ക്വിക്ക് സെയിൽ നീഡ്സ് കമ്പാരിറ്റീവ്ലി ലോ വർക്കിംഗ് ക്യാപിറ്റൽ. ഹോട്ടലിൻ്റെ അടുത്ത് നോക്കാം. നിങ്ങൾക്ക് ഹോട്ടലിൽ കടം വെക്കരുത് കേട്ടോ. ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചാൽ അപ്പോഴേക്കപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്യാഷ് കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് കുറഞ്ഞ രീതിയിൽ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായി വരുന്നുള്ളൂ. അവർക്ക് അവരുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാവും. ബട്ട് ഇഫ് ദ സെയിൽസ് ആർ സ്ലോ, മോർ വർക്കിംഗ് ക്യാപിറ്റൽ വിൽ ബി റിക്വയർഡ്. സെയിൽസിൻ്റെ വിറ്റുവരവ് അത്ര സ്ലോ ആയിട്ട്, എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ക്വിക്ക് ആൻഡ് പ്രോംപ്റ്റ് പേയ്മെൻറ്റ് കിട്ടുന്നില്ല എങ്കിൽ, റെസിപ്റ്റ് ഇല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതലായിട്ട് കയ്യിൽ കരുതേണ്ടതാണ്. ടേംസ് ഓഫ് ട്രേഡിൻ്റെ ടേംസുകളാണ്. എന്താണ്? ക്യാഷ് സെയിലും ഉണ്ട്, ക്രെഡിറ്റ് സെയിലും ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ നീഡ് പറയാം. ഇപ്പോൾ നമ്മളുടെ കമ്പനി പർച്ചേസ് ചെയ്യുന്നതും സെല്ല് ചെയ്യുന്നതും ക്യാഷിനാണ് എങ്കിൽ നമുക്ക് എന്താ, കുറഞ്ഞ രീതിയിൽ എന്ത് മതി, വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായി മതി. അതേപോലെ തന്നെ പർച്ചേസ് ചെയ്യുന്നത് ക്രെഡിറ്റിനും ക്യാഷിനാണ് വിൽക്കുന്നത് എങ്കിൽ, ക്യാഷിനാണ് നമുക്ക് വാങ്ങിക്കുന്നത്, ക്രെഡിറ്റിനാണ് വിൽക്കുന്നത് ക്യാഷിനാണെങ്കിലും കുറഞ്ഞ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അവിടെ അതാണ് ശ്രദ്ധിക്കേണ്ടത്. എ കൺസേൺ വിച്ച് പർച്ചേസസ് ഓൺ ക്രെഡിറ്റ്, നമ്മൾ കടത്തിന് വാങ്ങിക്കുന്നു, കടത്തിന് വാങ്ങിച്ചതിന് ശേഷം ആൻഡ് സെൽസ് ഓൺ ക്യാഷ് വിൽ റിക്വയർ ലെസ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. നമ്മൾ വിൽക്കുന്നത് ക്യാഷിനാണ് എങ്കിൽ നമുക്ക് എത്ര മതി, കുറഞ്ഞ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായി വരികയുള്ളൂ. ഇഫ് എ കൺസേൺ ബൈസ് എവരിതിങ് ഓൺ ക്യാഷ് ആൻഡ് സെൽസ് ഓൺ ക്രെഡിറ്റ്, ഇറ്റ് വിൽ ബി നീഡ് എ ലാർജ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. അതേപോലെ തന്നെ നമ്മൾ വാങ്ങിക്കുന്നത് ക്യാഷിനും വിൽക്കുന്നത് ക്രെഡിറ്റിനും, അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് വരുന്നത് കേട്ടോ. വാങ്ങിക്കുന്നത് ക്യാഷിനും വിൽക്കുന്നത് ക്രെഡിറ്റിനും ആണെങ്കിൽ നമുക്ക് ലാർജ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമാണ്. ഇനി 6th പോയിന്റ്, നാച്ചർ ആൻഡ് വാല്യൂ ഓഫ് ദി പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റിൻ്റെ നാച്ചർ ആൻഡ് വാല്യൂ. അത് നാച്ചർ ആൻഡ് വാല്യൂ എന്ന് പറയുന്നത് ആ പ്രോഡക്റ്റിൻ്റെ കോസ്റ്റാണ്. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് ഹൈ ആണ് എങ്കിൽ, അതായത് ആ ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ റോ മെറ്റീരിയൽ വാങ്ങിക്കുന്നതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ടോട്ടൽ കോസ്റ്റിൻ്റെ 3/4 ഭാഗത്തോളം, ലാർജ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് റോ മെറ്റീരിയലിൻ്റെ കാശാണ് എങ്കിൽ അപ്പം നമുക്ക് ലാർജായിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമാണ്. അപ്പോൾ റോ മെറ്റീരിയലിന് ഹൈ കോസ്റ്റ് ഉണ്ട്, പ്രൊഡക്റ്റായി വരുമ്പോൾ അത്ര വലിയ കോസ്റ്റ് ഇല്ലെങ്കിൽ റോ മെറ്റീരിയലിന് ഭയങ്കര കോസ്റ്റാണ് എങ്കിൽ നമുക്ക് എന്താണ്, ലാർജ് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഇഫ് ദ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ ഈസ് എ ലാർജർ പ്രൊപ്പോർഷൻ ഓഫ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, ടോട്ടൽ കോസ്റ്റ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ലാർജർ പ്രൊപ്പോർഷൻ, അതിൻ്റെ ഹൈ പ്രൊപ്പോർഷൻ കിടക്കുന്നത് അതിൻ്റെ റോ മെറ്റീരിയലിൻ്റെ കോസ്റ്റിലാണ് എങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ് വിൽ ബി ലാർജ്. വർക്കിംഗ് ക്യാപിറ്റൽ എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഇനി 7th പോയിന്റ്, യൂസ് ഓഫ് മാനുവൽ ലേബർ ഓർ മെഷീൻസ്. മാനുവൽ ലേബറും മെഷീൻസിൻ്റെയും ഉപയോഗം, മാനുവൽ ലേബറിൻ്റെയും മെഷീൻ്റെയും ഉപയോഗം, അതിനനുസരിച്ച് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലിൽ കൂടുതലായിട്ട് വേണോ കുറഞ്ഞത് വേണോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾക്കറിയാം, കൂടുതൽ വർക്കേഴ്സ് വർക്ക് ചെയ്യുന്ന, അതായത് ഒരു വ്യക്തികൾ അല്ലെങ്കിൽ ലേബേഴ്സ് കൂടുതലായി ചെയ്യേണ്ട വർക്കിന് കൂടുതലായിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമാണ്. എന്നാൽ മെഷീൻസ് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണെങ്കിൽ, മെഷീനെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുന്ന കമ്പനി അല്ലെങ്കിൽ ടെക്നോളജി കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന കമ്പനിയാണെങ്കിൽ ആ കമ്പനിക്ക് അധികമായിട്ട് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ആവശ്യമില്ല. അത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരൊറ്റ കാര്യമാണ് അല്ലേ. നമ്മൾ ഒരു കമ്പനി ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ, ആ കമ്പനിയിൽ കൂടുതലായിട്ട് വർക്കേഴ്സ് ഉണ്ട് എങ്കിൽ ആ വർക്കേഴ്സിനൊക്കെ സാലറി കൊടുക്കണം, ആ വർക്കേഴ്സിൻ്റെ അതേപോലെ തന്നെ റോ മെറ്റീരിയൽ വാങ്ങിക്കണം, എല്ലാറ്റിനും വർക്കേഴ്സിന് സാലറി കൂടാതെ റോ മെറ്റീരിയലും അതും എല്ലാറ്റിനും നമ്മൾക്ക് എന്തുണ്ട്,
വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമാണ്. എന്നാൽ നമ്മളുടെ കമ്പനിയിൽ ടെക്നോളജിയാണ് എല്ലാറ്റിനും യൂസ് ചെയ്യുന്നതെങ്കിൽ ആ കമ്പനിക്ക് എന്തിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, കൂടുതലായിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യം ഉണ്ടാവില്ല. അതാണ് യൂസ് ഓഫ് മാനുവൽ ലേബർ ഓർ മെഷീൻസ്. ഇൻ ലേബർ ഇൻറ്റൻസീവ് ഇൻഡസ്ട്രീസ് ലാർജർ എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ വിൽ ബി നീഡഡ് ദാൻ ഇൻ ദ മെക്കനൈസ്ഡ് ഇൻഡസ്ട്രീസ്. അതായത് കൂടുതലായിട്ടും ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള കമ്പനീസ് ആണെങ്കിൽ ലാർജറായിട്ട് ലേബറിനെ യൂസ് ചെയ്യുന്ന കമ്പനീസ് ആണ് എങ്കിൽ ആ കമ്പനിക്ക് കൂടുതലായിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമാണ്. എന്നാൽ മെക്കനൈസ്ഡ് ഇൻഡസ്ട്രീസ്, അതായത് ടെക്നോളജി കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ മെഷീൻസ് കൂടുതൽ യൂസ് ചെയ്യുന്ന കമ്പനിക്ക് ഇത്രയധികം വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമില്ല. 8 point, growth and expansion of machines. ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് മെഷീൻസ്. അപ്പോൾ ഒരു ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ബിസിനസ്. ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ബിസിനസ്. ബിസിനസ്സിൻ്റെ എക്സ്പാൻഷനും ഗ്രോത്തിനും അനുസരിച്ച് വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതലായിട്ട് ആവശ്യമായി വരും. കുറഞ്ഞ രീതിയിലുള്ള നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈസ് ഓഫ് ദി ബിസിനസ്. അതേപോലെ തന്നെ ഗ്രോത്ത്, ഒരു ബിസിനസ്സിൻ്റെ ഗ്രോത്ത് കൂടുമ്പോൾ അതിൻ്റെ ഗ്രോത്തിനനുസരിച്ചും അതിൻ്റെ എക്സ്പാൻഷനനുസരിച്ചും വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതലായിട്ട് ആവശ്യമാണ്. എ ഗ്രോയിങ് കൺസേൺ നീഡ്സ് മോർ വർക്കിംഗ് ക്യാപിറ്റൽ ടു ഫിനാൻസ് ഇറ്റ്സ് ഇൻക്രീസിങ് ആക്ടിവിറ്റീസ് ആൻഡ് എക്സ്പാൻഷൻ. ഒരു ഗ്രോയിങ് കൺസേൺ ആണ് എങ്കിൽ അതിന് ഗ്രോയിങ് കൺസേൺ എന്ന് പറഞ്ഞാൽ എക്സ്പാൻഡ് ചെയ്ത് പോവുകയാണ്. അങ്ങനത്തെ കമ്പനി ആണെങ്കിൽ അതിന് നീഡ് മോർ വർക്കിംഗ് ക്യാപിറ്റൽ ടു ഫിനാൻസ്. അവരുടെ ഫിനാൻസിന് കൂടുതലായിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമാണ്. ടു ഇൻക്രീസ് ഇറ്റ്സ് ആക്ടിവിറ്റീസ് ആൻഡ് എക്സ്പാൻഷൻസ്. അവരുടെ ഓപ്പറേഷണൽ ആക്ടിവിറ്റീസിനും അവരുടെ എക്സ്പാൻഷനും എന്താവശ്യമാണ്, മോർ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമാണ് ഗ്രോയിങ് കൺസേൺ ആണെങ്കിൽ. ബട്ട് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ആർ ലോ ഇൻ ദ കേസ് ഓഫ് സ്റ്റാറ്റിക് കൺസേൺ. എന്നാൽ ഒരു കമ്പനി എപ്പോഴും ഒരേ ലെവലിൽ തന്നെ പോവുകയാണ്, തീരെ ഗ്രോ ആവുന്നില്ല, എന്നാൽ കുറഞ്ഞും പോകുന്നില്ല. അങ്ങനത്തെ സ്റ്റാറ്റിക് ആയിട്ട് ഒരേപോലെ കോൺസ്റ്റൻ്റ് ആയിട്ട് അതിൻ്റെ വളർച്ച പോകുന്നതാണെങ്കിൽ അത്തരം കമ്പനികൾക്ക് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് കുറഞ്ഞത് മതി എന്നാണ് പറയുന്നത്. 9th point, ഏണിംഗ് കപ്പാസിറ്റി ആൻഡ് ഡിവിഡൻഡ് പോളിസി. എന്താണ് ഏണിംഗ് കപ്പാസിറ്റി ആൻഡ് ഡിവിഡൻഡ് പോളിസി? അത് തമ്മിലുള്ള ബന്ധം എന്താണ്? നമ്മളുടെ കമ്പനിക്ക് ഏണിംഗ് കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഡിവിഡൻഡ് കൊടുക്കും. ചില കമ്പനികൾ ഡിവിഡൻഡ് കൊടുക്കാതെ ആ കമ്പനിയിൽ ഡിവിഡൻഡിന് പകരം റീറ്റെയിൻഡ് ഏണിങ്സ് ആയിട്ട് എടുത്തു വെക്കും. ആ കമ്പനിയുടെ ഡിവിഡൻഡ് കൊടുക്കാതെ പ്രോഫിറ്റിൻ്റെ പാർട്ട് റീറ്റെയിൻഡ് ഏണിങ്സ് ആയിട്ട് അവിടെ എന്ത് ചെയ്യും, റിസർവ് എന്ന് പറയില്ല, അവിടെ സൂക്ഷിച്ചു വെക്കും, കെപ്റ്റ് ചെയ്യും. പക്ഷേ ചില കമ്പനീസ് ഡിവിഡൻഡ് സമയാസമയങ്ങളിൽ കൊടുക്കും. ഡിവിഡൻഡ് സമയാസമയങ്ങളിൽ കൊടുക്കുകയാണെങ്കിൽ അവരുടെ കയ്യിൽ എന്ത് വേണം, മോർ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമാണ്. എന്നാൽ അവരെന്ത് ചെയ്യണം, അതിനെ റീറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അവർക്ക് അത്ര എന്താവശ്യമില്ല, വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമില്ല. അപ്പോൾ ആ കാര്യം നമുക്ക് നോക്കാം. സം ഫേംസ് ഹാവ് മോർ ഏണിംഗ് കപ്പാസിറ്റി ദാൻ അതേഴ്സ്. ചില കമ്പനികൾക്ക് മോർ ഏണിംഗ് കപ്പാസിറ്റി ഉണ്ടാവാറുണ്ട് മറ്റുള്ളവരെ അപേക്ഷിച്ച്. സച്ച് ഫേംസ് വിത്ത് ഹൈ ഏണിംഗ് കപ്പാസിറ്റി മേ ജനറേറ്റ് ക്യാഷ് പ്രോഫിറ്റ്സ് ഫ്രം ഓപ്പറേഷൻസ്. അതേപോലെ ഏണിംഗ് കപ്പാസിറ്റി കൂടിക്കഴിഞ്ഞാൽ അത്തരം കമ്പനികൾക്ക് ക്യാഷ് പ്രോഫിറ്റ്സ് കൂടുതലായിട്ട് ജനറേറ്റ് ചെയ്തിരിക്കും. ദിസ് വിൽ ഇൻക്രീസ് ദ വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷൻ. ഇത് വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷനെ ഇൻക്രീസ് ചെയ്യുക. ഡിവിഡൻഡ് പോളിസി ഓൾസോ ഇൻഫ്ലുവൻസസ് ദ റിക്വയർമെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. അതേപോലെ തന്നെ ഡിവിഡൻഡ് പോളിസിയും നമ്മളുടെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. എ ഫേം ദാറ്റ് മെയിൻറ്റെയിൻസ് എ സ്റ്റഡി ഹൈ റേറ്റ് ഓഫ് ക്യാഷ് ഡിവിഡൻഡ് നീഡ് മോർ വർക്കിംഗ് ക്യാപിറ്റൽ. ഒരു ഫേം ഏണിംഗ് കപ്പാസിറ്റി കൂടുതലുള്ള ഒരു ഫേമാണ്. ആ കമ്പനി കൃത്യമായിട്ട് ഡിവിഡൻഡ് സ്റ്റഡി അല്ലെങ്കിൽ ഹൈ റേറ്റ് ഓഫ് ക്യാഷ് ഡിവിഡൻഡ് കൂടുതലായി കൊടുക്കുന്നുണ്ട് എങ്കിൽ അത്തരം കമ്പനികൾക്ക് മോർ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമാണ്. A firm that retains large part of profits and does not pay high rate of cash dividend require small amount of working capital. അപ്പോൾ ഒരു ഫേം അവരുടെ
പ്രോഫിറ്റിൻ്റെ പ്രോഫിറ്റിൻ്റെ ലാർജർ പാർട്ട് റീറ്റെയിൻ ചെയ്ത് വെച്ചിട്ട് അധികം ക്യാഷ് ഡിവിഡൻഡ് കൊടുക്കുന്നില്ല. റീറ്റെയിൻ ചെയ്ത് വെക്കുകയാണ്. അവർക്ക് ഓപ്പറേഷൻ കണ്ടിൻജൻസീസ് ഒക്കെ വരുന്ന സമയത്ത് അത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റീറ്റെയിൻ ചെയ്ത് വെക്കുകയാണ്. അവരുടെ പ്രോഫിറ്റിൻ്റെ ലാർജർ പാർട്ട് റീറ്റെയിൻ ചെയ്ത് വെക്കുകയും എന്നിട്ട് കുറഞ്ഞ ഭാഗം മാത്രമേ ഡിവിഡൻഡായിട്ട് കൊടുക്കുന്നുള്ളൂ എങ്കിൽ അത്തരം കമ്പനികൾക്ക് സ്മോളർ എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലേ ആവശ്യമായി വരുന്നുള്ളൂ. ദെൻ 10th പോയിന്റ്, ഡിപ്രീസിയേഷൻ പോളിസി. അതേപോലെ ഡിപ്രീസിയേഷൻ പോളിസിയും കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റലിനെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കാരണം ഡിപ്രീസിയേഷന് വേണ്ടി നമ്മൾ കുറച്ച് എമൗണ്ട് നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ മാറ്റി വെക്കുമ്പോൾ ആ എമൗണ്ട് മാറ്റി വെക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതലായിട്ട് എന്ത് ചെയ്യണം, നമുക്ക് എന്താ പറയുക, കൂടുതലായിട്ട് മാറ്റി വെക്കേണ്ടതില്ല. കാരണം ഡിപ്രീസിയേഷൻ വരണ സമയത്ത് നമ്മൾക്ക് ടാക്സിൽ ഡിഡക്ഷൻ വരുന്നുണ്ട്. ഡിപ്രീസിയേഷന് വേണ്ടിയിട്ട് നമ്മൾക്ക് മാറ്റി വെക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ടാക്സിൽ ഡിഡക്ഷൻ വരാറുണ്ട്, ടാക്സ് ലയബിലിറ്റിയിൽ. അതുകൊണ്ട് തന്നെ അത് നമ്മളുടെ വർക്കിംഗ് ക്യാപിറ്റലിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ദ ഡിപ്രീസിയേഷൻ പോളിസി ഇൻഫ്ലുവൻസസ് ദ ലെവൽ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ബൈ അഫക്റ്റിംഗ് ദ ടാക്സ് ലയബിലിറ്റി ആൻഡ് റീറ്റെയിൻഡ് ഏർണിങ്സ് ഓഫ് ദി ഫേം. അതേപോലെ തന്നെ ഈ ഡിപ്രീസിയേഷൻ പോളിസി നമ്മൾ നടപ്പിലാക്കുമ്പോൾ നമ്മളുടെ വർക്കിംഗ് ക്യാപിറ്റലിനെ എഫക്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ അത് ടാക്സ് ലയബിലിറ്റിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ റീറ്റെയിൻഡ് ഏർണിങ്സിലും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഡിപ്രീസിയേഷൻ നമ്മുടെ പ്രോഫിറ്റിൻ്റെ സർട്ടൈൻ പോർഷൻ മാറ്റുകയാണ്. ഡിപ്രീസിയേഷനായിട്ട് നമ്മൾ മാറ്റി വെക്കുമ്പോൾ നമ്മളുടെ ടാക്സ് ലയബിലിറ്റി കുറയുന്നുണ്ട്. അതേപോലെ തന്നെ റീറ്റെയിൻഡ് ഏർണിങ്സും കുറയുന്നുണ്ട് അല്ലേ. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് കുറച്ചായിട്ട് മതി നമ്മൾ ഡിപ്രീസിയേഷന് വേണ്ടി മാറ്റി വെക്കുന്നത് കൊണ്ട് തന്നെ. ഡിപ്രീസിയേഷൻ ഈസ് ടാക്സ് ഡിഡക്റ്റബിൾ എക്സ്പെൻസസ് ആണ്. ഹെൻസ് ദിസ് വിൽ അഫക്റ്റ് ദ ഫേംസ് ടാക്സ് ലയബിലിറ്റി ആൻഡ് റീറ്റെയിൻഡ് ഏർണിങ്സ്. അതുകൊണ്ട് തന്നെ നമ്മുടെ റീറ്റെയിനിങ് ഏർണിങ്സിനെയും അതേപോലെ തന്നെ ഫേംസിൻ്റെ ടാക്സ് ലയബിലിറ്റിനെയും ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ദിസ് വിൽ സ്ട്രെങ്തൻ ദ വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷൻ. അതുകൊണ്ട് തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷനെ ഇത് സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. ഈ 10 പോയിന്റ്സുകളാണ് നമ്മളുടെ ഇന്റേണൽ ഫാക്ടേഴ്സ് ആയിട്ടുള്ള nature of business, production cycle, size of the business, turnover, terms of trade, nature and value of the product, use of manual labor or machines, growth and expansion of business, earning capacity and dividend policy, depreciation policy. ഇവയൊക്കെയാണ് നമ്മളുടെ internal factors of determining working capital requirements. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. എ എന്ന് പറയുന്ന പാർട്ടാണ് ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇന്റേണൽ ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് നന്നായി പഠിക്കുക. ബി ഫാക്ടർ നെക്സ്റ്റ് ഡേ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.